വളരെയേറെ ബുദ്ധി സാമർഥ്യമുള്ളവരാണ് പൂയം നാടുകാർ. ഒരു കാര്യം ചെയ്യുവാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവർ എത്ര നേരം വേണമെങ്കിലും ആ ജോലിയിൽ ഏകാഗ്രതയോടെ മുഴുകിയിരിക്കുന്നത് കാണാം. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, അങ്ങനെ ഒരു ജോലിയിൽ മുഴുകിയിരിക്കണമെങ്കിൽ ചെയ്യുന്ന ആ തൊഴിലിനോട് ഇവർക്കൊരു ഇഷ്ടം ഉണ്ടായിരിക്കുകയും വേണം. ആദ്യമൊക്കെ അല്പസ്വല്പം മടിയും അലസതയും ഒക്കെ ഉണ്ടാകുമെങ്കിലും ക്രമേണ ഇവർ തൻ്റെ മുഴുവൻ ശ്രദ്ധയും ആ പ്രവൃത്തിയിൽ കേന്ദ്രീകരിക്കുന്നത് കാണാം. ഇവരുടെ ഉള്ളിലുള്ള ആശയങ്ങളെ മുഴുവനും ഇവർ പുറത്ത് പ്രകടിപ്പിക്കാറില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ പുറത്തെടുക്കാറുള്ളൂ. മാത്രമല്ല, തൻ്റെ ഉള്ളിലുള്ള ആശയങ്ങളെല്ലാം ഇവർ മറ്റുള്ളവരോട് പറയാറുമില്ല. ഇവരിൽ ഭൂരിഭാഗം പേർക്കും അല്പം ലജ്ജാശീലമുണ്ട്. തൻ്റെ ഉള്ളിലുള്ള കലാവാസനകളെ പുറത്ത് മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ ഇവരിൽ പലർക്കും ജാള്യതയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പലരുടെയും കഴിവുകൾ മുളയിലേക്ക് കരിഞ്ഞു പോകാറുണ്ട്. കുടുംബത്തിനകത്തുള്ളവർ ഇവരുടെ ഈ കഴിവുകളെ അത്ര കാര്യമാക്കാറില്ല. ഇവർ സത്യസന്ധരാണ്. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുവാൻ താല്പര്യമുള്ളവരുമാണ്. മാന്യമായി വേഷം ധരിച്ച് നടക്കുവാൻ ഇഷ്ടമുള്ളവരാണ്. കാണുന്നവർ തനിക്ക് മാന്യമായ ഒരു സ്ഥാനം തന്നെ തരണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. നല്ല പ്രതികരണശേഷിയുള്ളവരാണ്. തനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഇവർ ആരുടെ മുഖത്ത് നോക്കിയും പറയുന്നു. പൂയം നക്ഷത്രക്കാർ മൂഡ് ചേഞ്ചിങ് ഉള്ളവരാണ്. ജാതകത്തിൽ ചന്ദ്രൻ്റെ പക്ഷബലം കുറവാണെങ്കിൽ ഇവർക്ക് പലപ്പോഴും പലതരത്തിലുള്ള മൂഡായിരിക്കും ഉണ്ടായിരിക്കുക. മാത്രമല്ല, ഇവർ പല കാര്യങ്ങളും വീണ്ടും വിചാരമില്ലാതെ എടുത്തുചാടി പല അബദ്ധങ്ങളും വരുത്തിവെക്കുകയും ചെയ്യുന്നു. ഇവരുടെ മനസ്സ് അത്ര സ്ട്രോങ് ആയിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ പലപ്പോഴും ഇവർക്ക് കഴിയാറുമില്ല. ഇവർക്ക് എന്തിനും ഏതിലും ഒരു സംശയിക്കുന്ന സ്വഭാവമുണ്ടായിരിക്കും. ഈ സ്വഭാവം ഇവർ കുടുംബജീവിതത്തിലും കാണിച്ചു തുടങ്ങുമ്പോൾ അവിടെ ദാമ്പത്യ പ്രശ്നങ്ങളും ഉടലെടുക്കുന്നു. ഈ ഒരു സ്വഭാവം മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ ഒടുവിലത് വിവാഹമോചനത്തിൽ വരെ ചെന്നെത്തി എന്ന് വരാം. പണം സമ്പാദിക്കുവാനും അതിനെ ചിലവഴിക്കുവാനും ഇവർ മിടുക്ക് കാണിക്കുന്നു. ഇവർക്ക് സുഹൃത്തുക്കളെ ഇഷ്ടമാണ്. അവർക്ക് വേണ്ടി അത്യാവശ്യം പണം ചിലവഴിക്കുവാനും ഇവർ മടിക്കാറില്ല. ഇവർ നല്ല അധ്വാനികളാണ്. എത്ര കഷ്ടപ്പെട്ടും ജീവിത വിജയം നേടണമെന്ന് ആഗ്രഹമുള്ളവരാണ്. ഇതിന് കാരണം കുടുംബത്തിലുള്ളവരുടെ കുത്തുവാക്കുകളും നിസ്സഹകരണ മനോഭാവവുമാകാം. അവരുടെ മുന്നിൽ ഒരിക്കൽ നിവർന്നു നിൽക്കണമെന്ന ആഗ്രഹമാകാം ഇവരെ ഇത്രയും കഠിനാധ്വാനികളാക്കി മാറ്റുന്നത്. പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യാൻ ഇവർക്ക് പാടാണ്. എന്നാൽ ഒരു കാര്യം വളരെ ഏകാഗ്രതയോടെ ചെയ്ത് വിജയിപ്പിക്കുവാൻ മിടുക്കുള്ളവരാണ്. ഇവർ ഗവൺമെൻറ് തൊഴിലുകളിൽ എന്ന പോലെ ബിസിനസ്സുകളിലും വിജയിക്കുന്നു. പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിലും ഇവർക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നു. പെട്ടെന്ന് കോപം വരികയും വന്ന കോപം വന്നതുപോലെ തന്നെ പോവുകയും ചെയ്യും. ഇവരിൽ നല്ലൊരു ശതമാനം പേരും ഉറക്കപ്രിയന്മാരുമാണ്. പാദദോഷമുള്ള നക്ഷത്രക്കാരാണ് ഇവർ. ഏത് പാദത്തിനാണ് ദോഷമെന്ന് നോക്കി അതിനുള്ള പരിഹാരങ്ങൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ ചെയ്തു കൊള്ളേണ്ടതാണ്.